വിഷമില്ലാത്ത പച്ചക്കറികളും ഫ്രൂട്ട്സും എന്നും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയാണല്ലേ. നമുക്ക് എൻ്റെ വീട്ടിലെ കുറച്ച് ഫ്രൂട്ട്സ് കണ്ടാലോ. ഇതാണ് മരമുന്തിരി. മരത്തിൽ കായ്ക്കുന്നതുകൊണ്ടാണ് ഇതിനെ മരമുന്തിരി എന്ന് വിളിക്കുന്നത്. നമ്മുടെ പേരയ്ക്ക, ചുമന്ന പേരയ്ക്കയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അടുത്തതാണ് നമ്മുടെ പീനട്ട് ഫ്രൂട്ട്. ഇത് പീനട്ടിൻ്റെ അതേ ടേസ്റ്റാണ്. ചുമന്നിങ്ങനെ തൊടുത്ത് നിൽക്കുന്നത് കാണാൻ എന്ത് രസമാണല്ലേ. ഇത് വെച്ച് നമ്മൾ ജാമൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല പഴുത്ത് തൊടുത്ത് വരുമ്പോഴത്തേന് നല്ല ജാമൊക്കെ ഉണ്ടാക്കാറുണ്ട്. നല്ല ചുമന്ന് തൊടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, മുട്ടപ്പഴം. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ് മുട്ടപ്പഴം. ഇത് സീതപ്പഴമാണ്. ഇത് നമ്മുടെ പുളിഞ്ചിക്ക, എല്ലാവർക്കും പ്രിയപ്പെട്ടതായിരിക്കും. ഇത് അത്തിപ്പഴം ഒരുപാട് പേര് കാണാത്തതായിട്ടുണ്ട്. ഇതെന്ത് ഫ്രൂട്ടാണെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ടായിരുന്നു. അതാണ് അത്തിപ്പഴം. ഇത് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ടാണ്. ഇത് നിറച്ച് ഈ വർഷം ഒരുപാട് കായ്ച്ചായിരുന്നു. അങ്ങനെ എത്താത്തത് കൊണ്ടത് കുറച്ച് കയറി പറിക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ ഒരുപാടത് പറിച്ചെടുത്ത്. സ്റ്റാർ ഫ്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ എന്താണ്ട് സ്റ്റാറിൻ്റെ അതേ ഷേപ്പിൽ വരുന്നതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. നല്ല ഉപ്പും മുളകൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. ഇത് ആപ്പിൾ ചാമ്പ. ഇതിന് ആപ്പിൾ ചാമ്പ എന്നാണ് പറയപ്പെടുന്നത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെറി. ഇത് വൈറ്റ് ഞാവല്. ഇത് പഴുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ എൻ്റെ വീട്ടിലെ ഈ ഫ്രൂട്ട്സ് എല്ലാം നട്ടത് എൻ്റെ അച്ചാച്ചനാണ്. അച്ചാച്ചൻ എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാർക്ക് മനസ്സിലാവില്ലായിരിക്കും. അച്ചാച്ചൻ എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ അച്ഛൻ എന്നൊക്കെയാണ് ചിലർ വിചാരിക്കുന്നത്. എൻ്റെ സ്വന്തം ബ്രദറിനെയാണ് ഞാൻ അച്ചാച്ചൻ എന്ന് പറഞ്ഞത്. എൻ്റെ ബ്രദറാണ് ഇതെല്ലാം നട്ടത്. അമ്മ എന്തായാലും വീഡിയോ എടുക്കല്ലേ, ഈ ചക്കയുടെ വീഡിയോ കൂടെ എടുക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടൊരു കുഞ്ഞൻ ചക്ക എടുത്തുകൊണ്ട് വന്നിരിക്കുക. എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം പൂത്ത് നിൽക്കുന്നേ ഉള്ളൂ.
ഒന്നും കായ ആയിട്ടില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഓക്കെ ബൈ.